നമ്മുടെ ലീഡർ കത്തിപ്പോയി. അങ്ങനെ ഞാനോർത്ത് നിങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞപ്പോ ഞാൻ മൂഞ്ചാ നിക്കണേ ഇവിടെ. ഇതെന്താ പുതിയ കളർ ഹെൽമെറ്റ് ഒക്കെ? തമിഴ് സെർവറാ? തമിഴ് സ്റ്റൈലാ? തമിഴ് ആർപിഎൽ? ഇവിടെ മര്യാദക്കുള്ള എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് വേണം. ഒരു കുടുംബത്തോട്ട് ഇങ്ങനെയാണോ പോണത്? അയ്യേ, എന്നെ ഒന്നും കിട്ടാൻ പറ്റത്തില്ല. നിനക്കൊക്കെ എന്താ എന്തിനാ കേസ്? നന്നക്കൊന്നേ? അതെന്താ? ആരോ ട്രാൻസ്ലേറ്റ് തരൂ. ഹലോ, ആണോ? അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നെന്ന് പറ. അവിടെ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം. നീ 10 വർഷം തൂക്കിലേറ്റം അല്ലെങ്കിൽ രക്ഷപ്പെടേ. നിന്റെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാം, അതേ നടക്കുമല്ലോ. അതുപോലെ പണ്ടത്തെ കാര്യം പറയണ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടിയൊക്കെ അത് എനിക്കും തന്നില്ല, കാർഡോ എടുത്തില്ല, ആരോ കൊണ്ടുപോയി. അത് അങ്ങനെ പോയി. സ്കോർ 6 ബാറ്റിംഗ് ആയിരുന്നു. ഞാൻ കണ്ടില്ല. 240. ആരടിച്ചേ? അടിച്ചത് കോഹ്ലിക്കുണ്ട്, സോൾട്ട് ഉണ്ട്. കോഹ്ലി എത്ര അടിച്ച്? കോഹ്ലി ഹാഫ് സെഞ്ചുറി 50 അടിച്ചല്ലേ? ഓ വിഷയം. എനിക്ക് ഞാൻ എന്റെ ഒരു സത്യസന്ധത പറയട്ടെ, എനിക്ക് ഈ RCBയോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഈ എലിയെ പോലത്തെ വിവരം കെട്ട കുറെ ഫാൻസുകാർ തർക്കിക്കുമ്പോഴാണ് ഈ ടീമിനോട് എനിക്ക് ദേഷ്യം വരുന്നത്. സത്യം പറയാലോ, ആ ടീമിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. പക്ഷെ ഇവളുമാരുടെ പോലത്തെ കുറെ ഫാൻസ് ഉണ്ട്. അവരോട് സംസാരിച്ചാൽ തന്നെ ആ ടീം ഓർത്തു പോകും. അണ്ണ നമ്മളെ ഓറം ചെറുതായിട്ടൊന്ന് പൊക്കോണ്ടിരിക്കും. പിന്നെ LX ഉള്ളതായിട്ടൊന്ന് ഇതിരുന്നാ മതി. അണ്ണ ഇവിടെ വന്നാട്ടെ എന്നത് കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാം. ചെന്നൈ ഫാൻസ് അത്രയ്ക്ക് മോശമൊന്നുമല്ല. അത് സത്യം. പക്ഷെ എന്നെ പോലത്തെ ആര് കളിച്ചാലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറെ ഡീസന്റ് ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്, മനസ്സിലായ? അത് ചെന്നൈക്ക് ഉണ്ടെന്നല്ല, ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നതല്ല. ഞാനൊരു ചെന്നൈ ഫാനാ. പക്ഷെ ഞാൻ എല്ലാവരുടെയും മാച്ചസ് കാണാനും വിലയിരുത്താനും അല്ലെങ്കിൽ ഈ പറയണത് പോലെ കണ്ട് എൻജോയ് ചെയ്യാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഹലോ, ഹായ് ഗായ്സ്. എടാ, എനിക്ക് നിങ്ങളെ ആരാ കണ്ടില്ലായിരുന്നു കേട്ടോ ആദ്യം. നമ്മുടെ ലീഡർ കത്തിപ്പോയി. അങ്ങനെ ഞാനോർത്ത് നിങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞപ്പോ ഞാൻ മൂഞ്ചാ നിക്കണേ ഇവിടെ. ഇതെന്താ പുതിയ കളർ ഹെൽമെറ്റ് ഒക്കെ? തമിഴ് സെർവറാ? തമിഴ് സ്റ്റൈലാ? തമിഴ് RPL? തമിഴില് ഈ ലോകത്തുള്ള എല്ലാരും ഇതേ പോലത്തെയാണോ വെക്കണേ? ഇതെന്താ മുഖത്ത് ലിംഗേഷാ? ഞാൻ ആദ്യം എനിക്ക് ഇവിടുന്ന് കാണുമ്പോ അത്ര അങ്ങനെ കാണത്തുള്ളൂ. ഇത് ആരൊക്കെയാ നിക്കണേ? എനിക്ക് ആരും മനസ്സിലാവണല്ലോ. ജൂഡ്, നീല്, പിന്നെ നീ ഇവന്മാരുടെ കൂടെ നടന്ന് വെറുതെ നിന്റെ ഓറ കളയരുത്. ഞാൻ ഇപ്പഴേ പറയാട്ടാ. അതാ ഞാൻ പറഞ്ഞ, ബാക്കി ഇതിനകത്ത് ആരും കുഴപ്പമില്ല. ഈ ഏബലില്ലേ, ഇവന്റെ കൂടെ മാത്രം നടക്കരുത്. ബാക്കി ഇതിനകത്ത് എല്ലാരും കുഴപ്പമില്ല. മുച്ചിരി വരെ ഡീസന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഏബിലെക്സ് ഏബിലാ? അതെന്താ 2 ഏബില്? അവിടെ പോയടാ നിന്റെ ഓറ എല്ലാം പോയി കേട്ടോ അവിടെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ KV കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്?
കല്ലച്ചേട്ടൻ ജോണിയാമനുണ്ട്. ആ എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടെ വാ KVA കുടുംബത്തിലോട്ട് ഒന്ന് പോവാ. കുറച്ച് നാളായില്ലേ പോയിട്ട്. വാങ്ങേ പോങ്കാം. എന്താടാ എന്താ പറഞ്ഞ ഇപ്പം? തമിഴെ കൊണ്ട് കാർലോടെ നമ്പർ എത്രയായിരുന്നു? കാർലോടെ നമ്പർ എത്രയായിരുന്നടാ? കാർലോടെ ഫേമസ് നമ്പർ ആയിരുന്നല്ലോ, മറന്നുപോയി. ആ അതാ 555. ഹലോ ഹലോ ആ കാർലോ ഹലോ ഹലോ എവിടെ ഉണ്ട്? ഞങ്ങൾ ഗ്യാങ് ഹൗസ് ഉണ്ട്. ഓ ഞങ്ങൾ ഫ്രീ ആണോ? ആ ഫ്രീയാ ഫ്രീയാ. ഓ ഞങ്ങൾ അങ്ങോട്ട് വരാം കേട്ടാ. ആ വാ 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 വാ. ഓക്കെ ഓക്കെ ഓക്കെ. ജോക്കി ഉണ്ടോ ഇവിടെ? ജോക്കി എന്നെ വിളിച്ചോ? ജോക്കി ഇല്ല. എടാ മര്യാദക്കുള്ള എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് വേണം. ഒരു കുടുംബത്തോട്ട് ഇങ്ങനെയാണോ പോണത്? നമ്മുടെ ഇവിടെ അണ്ണനെ ഇവിടെ അയ്യേ എന്നെ ഒന്നും കിട്ടാൻ പറ്റത്തില്ല. നിനക്കൊക്കെ എന്താ ഒരു വട്ടേ ഒറ്റ വട്ട ഒരു വണ്ടി എടുത്തേ. എല്ലാരോടും കേറും ഇതിനകത്ത്. എന്നെ ഒന്ന് കേട്ടോ. കണ്ണാപ്പി എടാ നീയേ ഒന്ന് റേഡിയോയിൽ കണ്ടാ പോലെ ഒന്ന് സംസാരിക്കരുത് കേട്ടാ. നീ കാണത്തില്ല, നിന്റെ തോളത്ത് ഓരോ തോളന്മാരെയും കയറ്റി നീ കറങ്ങുമായിരിക്കുമല്ലോ. അയ്യോ അല്ല ഞാൻ സ്റ്റേഷനിലാണോ? പോലീസ് സ്റ്റേഷൻ വരെ വന്നേ. പോലീസ് സ്റ്റേഷനില്ല? കേസ് നടന്നോണ്ടിരിക്കുക എന്റേത്. എന്ത് കേസ്? എന്റെ കേസ് ഇന്നായിരുന്നു. ഇന്നത്തേക്ക് മറിച്ച് കാണണമെന്ന് പോലീസ് സ്റ്റേഷനാണ്. മുതിർന്നാലും വേണം. മുതിർന്ന ആരായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോ. പെട്ടെന്ന് പറ പെട്ടെന്ന് ജാക്കറ്റ് അണ്ണ നമ്പർ ജാക്കറ്റ് 1110 ലോഡാവുന്നുള്ളൂ. ജാക്കറ്റ് 1110 1110 110 ആണ് ജാക്കറ്റ്. പിന്നെ സ്കാർഫ് എന്താ കേട്ടില്ല? ടെക്സ്ചർ വൈറ്റ് ആക്കണം. ഒന്ന് ഫ്രണ്ട് ചെയ്ത് മാറിക്കോടെ, നീ കാണുന്നില്ല. ആ ടെക്സ്ചർ വൈറ്റ് ആക്കാൻ. വൈറ്റ് ആണല്ലോ ടെക്സ്ചർ. ഇല്ലാന്തോ പാന്റ് ലെഗ് 4. എടാ എന്നെ തട്ടി നിക്കാതെ. ഷൂസ് മാറ്റണ്ട. എടാ എന്റെ പാന്റിൽ അല്ലടാ ഇത്. ഈ പാന്റ് ഷർട്ട് 50. പിന്നെന്താ ഡെക്കൽസ് ഉണ്ടോ? ഡെക്കൽസ് ഫ്രണ്ടിൽ നിന്ന് മാറാ. ഇതാണ് പാന്റ്. ഡെക്കൽസ് 279. അണ്ണാ ചെരുപ്പ് ഇടാണ്ട് നിന്നാലേ രസമുള്ളു കാണാൻ. 279. ഇപ്പൊ 2 കണ്ണാടിയായിരിക്കും. എടാ ഫ്രണ്ടിൽ നിന്ന് മാറാ. ഫ്രണ്ടിൽ നിന്ന് അണ്ണാ ഷൂ വേണ്ട. ഗ്ലാസ് 0 ആക്കിയാൽ മതി അണ്ണാ. ഗ്ലാസ് 0 ആക്കിയാൽ മതി. ഗ്ലാസ് എവിടെ? അടുത്ത അപ്പുറത്തെ പിന്നെ ഗ്ലാസ് 0. പിന്നെ മാസ്ക് 157. ഷർട്ടിന്റെ കളർ വെള്ളയാക്കണ്ട. അതില്ല. മാസ്ക് എവിടെയാണ്? മാസ്ക് ഏറ്റവും വെളിയാണ്. മാസ്ക് എത്ര? 157. ഹലോ 157. ഇത് ഇങ്ങനെ വരുന്നത്
ഇതെന്താ ഇത് തലേന്ന് പോവില്ലേ? ഇതൊന്നും ഒരിക്കലും തലേന്ന് പോവില്ല. ഇതെന്താടാ അണ്ണാ പിന്നെ എടുത്തിട്ടില്ല. ഇത് 1 അടിക്കുമ്പോ 4 വരുന്നു. അണ്ണാ പിന്നെ സ്കാർഫ് കൂടെ ഉണ്ട് 165. എടാ കണ്ണാപ്പിയോട് എന്നെ വിളിക്കല്ലേ, ഞാൻ ഡ്രസ് മാറ്റുമെന്ന് പറഞ്ഞു. എടാ എനിക്ക് 157 ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലടാ. ഞാൻ എനിക്ക് തട്ടി പൊക്കോണ്ടിരിക്കുക. 116 120 അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് വരുന്നില്ലടാ, വർക്ക് ആവുന്നില്ല എനിക്ക്. 157 ടെസ്റ്റർ ടെക്സ്ചർ 9 രസമില്ല കാണാൻ. കംപ്ലീറ്റ് നീ എന്തിനാ മാറ്റി കാക്കാശി? സ്കാർഫ് ആൻഡ് ചെയിനാ? അത് 155. അതെവിടെ? ഈ ഇതിനകത്ത് തന്നെയാണോ സ്കാർഫ് ആൻഡ് ചെയിൻ? അതെത്ര? 155. ഡ്രസ് വെച്ചിട്ട് പിന്നെ ഉള്ളത് 155. 5 അണ്ണാ. പിന്നെ ഹാൻഡ്സ് 199. ഹാൻഡ്സ് 199. കോമാളിയാ. എന്ത് ചേലറണ്ണൻ ഇപ്പൊ കാണാനേ. മറ്റേ തമിഴ് PVP പ്ലെയർ പോലെ 199. തട്ടി നീക്കല്ലടാ. ഹെൽമെറ്റ് കൂടെ വെച്ചാ. ക്യാൻസർ അടിച്ച പോവോ? ഹെൽമെറ്റിന്റെ കളർ പറഞ്ഞുതരാം. ഹെൽമെറ്റ് എവിടെയാടാ? അതിന്റെ അടിയിലത്തെ ഗ്ലാസിന്റെ എവിടെയാണോ? ഇല്ലില്ല. ഹെൽമെറ്റ് എത്ര? 159 അല്ലേ? 190. ടെക്സ്ചർ എന്ന് പറഞ്ഞു കൊടുക്കും. ടെസ്റ്റർ മാറ്റി അപ്പൊ കാണും നീല കളർ. ഓക്കേടാ. പച്ച നീല. നൈസ് നൈസ്. ടെക്സ്ചർ 16. നമ്മളെല്ലാം ചാർജ് ചെയ്യണം. അത്രേ ഇത് ആരുടെ ഫോൺ? ഞാൻ വണ്ടി കയറി. ഹലോ അണ്ണൻ കറിയോ? എടാ കണ്ണാപ്പി, മേളിലോട്ട് നോക്കിയണ്ണ. മേളിലോട്ട് DOG എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ വന്നല്ല, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. നോക്കട്ടെ. All citizens SU hereby informed that case number 977 Kannapi vs State is scheduled to take place today at 10:30 PM on court 7249. This will be an open court and all the citizens are welcome to attend witness the proceeding. Please ensure timely arrival and maintain proper decorum within court premises. Be there to witness justice in action. എടാ കണ്ണാപ്പി കോടതി. കണ്ണാപ്പി വലിയ കേസല്ലേ? ഇത് എപ്പോഴാ? 10:30? ഹലോ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾ കോടതിയിലോട്ട് വരാം. കേട്ടില്ല. എടാ വക്കീല് റെഡിയായില്ലേ ഇതുവരെ? നിങ്ങൾ എവിടെ ഉണ്ട്? സെല്ലിലാ? എടാ നിന്നെ കോർട്ടിൽ കൊണ്ടുവരുമ്പോ പറ, ഞങ്ങള് കോർട്ടിലോട്ട് വരാം കേട്ടാ.
അണ്ണാ ഒരു പ്രശ്നമുണ്ടണ്ണാ. കോർട്ടിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചോളാന്ന്. ഓ മനസ്സിലാട്ടോ മനസ്സിലാ. അണ്ണനെ കൊണ്ടുപോകല്ലോ. നമ്മളെന്നെ ഗ്യാങ് ഹൗസ് ലേറ്റ് കേർക്ക് എന്തിനാ പേടിക്കണേ? പേടിക്കില്ലേ നമ്മുടെ നന്നെപ്പോഴും തന്നെയല്ലേ ഈ കേസ് ഇത്ര വലിയ കണ്ണാപ്പിന്റെ എന്തോ കേട്ടില്ല. ഇത്ര വലിയ നിലയിലെത്തി. നന്നെക്കൊന്നേനാ ഇത് കേസ്. എന്തിനാ കേസ്? നന്നെക്കൊന്നേ മുതുക്കില് നന്നക്കൊന്നേ അതെന്താ? ഇച്ചിരിനെ കൊന്നതിനെ കേസ് എന്നാ അതാ ഉദ്ദേശിച്ചത്. അതാ ഇവ ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ഹലോ കൊന്നതിനെ കണ്ണാപ്പിക്ക് കേസ് എന്നാവും പറഞ്ഞു. ആണോ? എടാ മുച്ചിരി അന്നാ നീ സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ പോലെ നിനക്ക് പരാതി ഇല്ലെന്ന്. ഇല്ല അത് പറ്റുന്ന പറഞ്ഞു. ഹലോ ഹലോ കാർലോ ഹലോ കേക്കോ? ഏയ് ഇത് വേറെ പിള്ളേരുടെ ഓരോ നിർബന്ധം കാരണം ചെയ്തു പോയതാ. ജോഡിയപ്പ ജോക്കി വന്നില്ല. ആണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ് കാർലോ, നമ്മുടെ കണ്ണാപ്പിയെ കണ്ണാപ്പിയെ കോടതി കൊണ്ട് നിർത്തിയേക്കുന്നു. ഒരു മിനിറ്റ് എന്തോന്ന് ചോദിച്ചോട്ടെ. ഹലോ എടാ കണ്ണാപ്പി എന്തോ കാര്യം പറ. നിന്നെ രക്ഷിക്കണോ ഇപ്പം? എടാ നീ എങ്ങനെ രക്ഷിക്കാന്ന് പറ. കോടതി വന്ന് രക്ഷിക്കണോ അതോ പീടി കുത്തി തുറക്കണോ? എന്താ കാര്യം പറ. ഹലോ മുത്തേ. ഹലോ ഹലോ കണ്ണാപ്പി. അവനെ ജയിലിലോട്ട് മാറ്റി ചേട്ടാ. ഗവൺമെന്റ് ആശുപത്രിയാ? ഏത് ഗവൺമെന്റ് ആശുപത്രി? അവിടെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നെന്ന് പറ. അവിടെ നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാം. നീ 10 വർഷം തൂക്കിലേറ്റും അല്ലെങ്കിൽ രക്ഷപ്പെടലേ. നിന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അതേ നടക്കുമല്ലോ. നല്ല വഴിയായിരിക്കും. എടാ കേസ് എന്താടാ കണ്ണാപ്പി? കേസ് മുച്ചിരിയെ കൊന്നു. അത് നമ്മുടെ ആളല്ലേ, പറഞ്ഞാ മനസ്സിലാവൂലേ? പക്ഷെ കൊന്നത് ഞാൻ കൊന്നത് ഈ ഭീകരാത്മാവാണ്. എടാ മുച്ചിരിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാ പോരേടാ. പബ്ലിക് വയസ്സ് വെച്ച് കൊന്നുള്ള ഫേക്ക് പരാതിയില്ല. ഭീകരാണ് ഇവരെ കൊന്നത്. ആ ഹലോ പറഞ്ഞോ. അന്നെ ഇറക്കാൻ വക്കീല് ഇപ്പൊ ആൾത്തായി. അവനെ വിലക്ക് വെച്ചു വിട്ടു കേട്ടാ. വക്കീലിനെ വിലക്ക് വെച്ചു. സോറി എടാ നിങ്ങളെ രണ്ടിനെ ഇറക്കാൻ ഞങ്ങൾ ഇപ്പൊ എവിടെ വരണം? ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ എന്നെ ഇറക്കാൻ പറ്റില്ല. വക്കീല എന്നെ ഇറക്കാനായിട്ട് വന്ന വക്കീലായിട്ട് പറഞ്ഞ മന്ദാരത്തെ ഇറക്കാനായിട്ട് വക്കീലിനെ കൊണ്ടുവരണം. എടാ ഞാൻ മുച്ചിരിയെ കൊണ്ട് മുച്ചിരിയാണ് ഉപദ്രവിച്ചത്, ഞങ്ങൾക്കില്ലാത്ത പരാതി ആർക്കാന്ന് പറഞ്ഞ അലമ്പുണ്ടാക്കട്ടെ. കാർലോ മൊത്തം പ്രശ്നമാണ് കാർലോ. മീറ്റിംഗ് എന്തോ ഗ്യാങ് മീറ്റിംഗ് വല്ലതും ആണോ? പരിചയപ്പെടാൻ വന്നായിരുന്നു. കാർലോ എന്താ പ്രശ്നം? ഹലോ നമസ്കാരം. സുഖം എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോ തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാരും നിങ്ങളെ വിളിക്കാതിരിക്കായിരുന്നു. ഓ MS തിരിച്ചായിരുന്നു ഇതെല്ലാരും. അയ്യോ എന്താ കംബാക്ക് ആണല്ലേ? ചുമ്മാ ഒരു തിരിച്ചൊരു തിരിച്ചുവരവ് അങ്ങനെ പറയായിരിക്കല്ലേ? വീട്ടിലോട്ടൊന്നും തരുന്നുണ്ട്. ഓ വന്നാ മതി നമുക്ക് കാണാം.
അപ്പൊ നമ്മളിപ്പോ ആദ്യം കാർലോറിനെ കാണാൻ വേണ്ടി വന്നു. ഇപ്പൊ ബാക്കി അങ്ങനെ എല്ലാരും അടുത്ത് കണ്ട് നമ്മളൊരു വരവുണ്ട് എന്ന് പറയാൻ വേണ്ടിയേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യമുള്ളൂ. ഓ ഉറപ്പായിട്ടും ഞാൻ ഒരു വിധത്തിൽ ഞാൻ സപ്പോർട്ട് കൊടുത്ത് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്. എന്നാലും സപ്പോർട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. സപ്പോർട്ടിന്റെ ക്ഷീണങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും തരും. ഇപ്പൊ അത് നാക്കാനുള്ള ചേച്ചി ഉണ്ടോന്ന് അറിയണോ? അതായത് നോക്കാം മാക്സിമം. അത് പറഞ്ഞപ്പോഴാണ് വാൾക്കുട്ടി എന്ത് പറയുന്നു. ചന്ദ്രൻ ഇപ്പോഴും വിഷമമുണ്ടോ? ചന്ദ്രൻ എന്ത് വിഷമോ? അവൻ സന്തോഷത്തോടെ പെണ്ണും കെട്ടി വേറെ 4-5 കൊച്ചുങ്ങളുമായി പുതിയ കല്യാണം കഴിക്കാനാണ്. പിന്നെ അവനൊക്കെ എന്തേ പറഞ്ഞത്? അവനൊന്നും ഓർമ്മ പോലും കാണത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടറിനെ. എനിക്കറിയാം, പറ്റിച്ചതാ. അതെ ഇവരൊക്കെ ഫേക്ക് അല്ലേ? അസുറോന്റെ കല്യാണമൊക്കെ ലൈഫൊക്കെ എങ്ങനെ പോന്നു? പെണ്ണുകെട്ടിയോ? പെണ്ണുങ്ങളുടെ കാര്യമാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പെമ്പിള്ളേരെ പറ്റി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കാർലോ എടുത്ത് ചോദിക്കണം പ്ലീസ്. എന്റെ അടുത്തത് കാർലോക്ക് പെണ്ണായല്ലോ. എന്താ പറഞ്ഞ പറയാനുള്ള ആൾക്കാർക്കല്ല അതിനെ പറ്റി പറയാനുണ്ടാവുള്ളൂ. ഉള്ള ആൾക്കാർക്കല്ല അതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്കതില്ലേ, നമുക്ക് അങ്ങനെ പറയാനും ഇല്ല. അല്ല ഒന്നുമില്ലെങ്കിലും നമുക്ക് ആരെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലും അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആ അരിമണി ആരോ എന്നെ വേവിച്ച് തിന്ന് ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല എന്തായാലും. അല്ല ഞാനേ പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സുമതമ്മയെ കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് വിഷമില്ല അതിന്. നിങ്ങൾക്കും എനിക്ക് വിഷമം. സുമതിയമ്മയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടല്ലേ ഉള്ള അതുപോലെ പണ്ടത്തെ കാര്യം പറയണ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മുക്കുട്ടിയൊക്കെ അത് എനിക്കും തന്നില്ല, കാർലോയും എടുത്തില്ല, ആരോ കൊണ്ടുപോയത്. അങ്ങനെ പോയി, അത് അങ്ങനെ പോയി. ഞാനെങ്കിലും അത് കൊണ്ടുപോയനെ സമ്മതിച്ചില്ല എന്നെ. ജീവിതം അങ്ങനെയാണ്. ശരിയായി വരും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പയ്യനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുക. ഒന്ന് പോയി രക്ഷിക്കേണ്ട ഒരു ഗതികേടുണ്ട് ഇപ്പൊ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്യാങ്സിലോട്ട് വന്നാൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ട് വരാം. ഓക്കെ സെറ്റ് പേരും കൂടെ ഉണ്ട്, അവരും കൂടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ ജോണി പാപ്പ എനിക്കൊന്ന് സംസാരിക്കണ്ടേ? ഇന്നലത്തെ ആ കേസില് അവനെ ജോക്കിയുടെയും എന്റെയും പേരിൽ ആൾജാമ്യത്തിലാണ് പുറത്തിറക്കിയേക്കുന്നത്. ഈ കേസ് ശരിക്കും എന്താ? ഇപ്പം മറ്റേ ബീച്ചിൽ ചെറുതായിട്ടൊന്ന് മുച്ചിലെ വെടിവെച്ചു. ചന്ദ്രൻ നീകരം പോയി പറഞ്ഞു കണ്ണാപ്പി വെടിവെച്ചെന്ന് പോലീസ് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഇവൻ മറ്റേ മാസം കാണിക്കാൻ വേണ്ടി കുറ്റസമ്മതം നടത്തി. അല്ല ഇപ്പൊ പ്രശ്നം അതല്ല, ഇത് പോയി ഒരാളെ പോവുള്ളായിരുന്നു. ഇവനെ രക്ഷിക്കാൻ ഫേക്ക് വേഷം കെട്ടി മന്ദാരം പോയി കള്ള വക്കീലെന്ന് പറഞ്ഞ് അവനെയും പിടിച്ചകത്തിട്ട്. അല്ല ശരിക്കും പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. കണ്ണാപ്പിക്ക് പ്രാന്തങ്ങളുടെ സർട്ടിഫിക്കറ്റ് സെറ്റ് ആക്കി അത് വേണമെങ്കിൽ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവൻ പറയും അത് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അവന്റെ വീട്ടുകാർക്ക് ചോദിച്ചാൽ വെറുതെ തരും. അത് അവന്റെ കയ്യിലുണ്ട്, ഓൾറെഡി അതുണ്ട്. പക്ഷെ ഇതിനിപ്പോ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് അവൻ അവിടെ ഹാജരായിട്ടില്ലെങ്കിൽ നാളെ ജോക്കിയും ഞാനും ജയിലിൽ പോകും. ഇല്ല ഹാജരായി അകത്താണവൻ. 1 കോടി രൂപയും കൂടെ കെട്ടിവെച്ചിട്ട് ഒരു ദിവസത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്കൊരു വക്കീലിനെ ഇറക്കാം. എങ്ങനെയാ മനസ്സിലായില്ലേ? ഒരു ദിവസം, അതായത് ഒരു ദിവസം നമ്മളിപ്പോ 5 കോടിക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് ജാമ്യത്തില്. ഓ ഇല്ല, അത്രയും കാശ് ഇറക്കാൻ വേർത്തല്ല. അത് പൈസയുടെ കാര്യം വേണ്ട, അത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അല്ല അത് നമ്മുടെ ഇറക്കത്തില്ലല്ലോ, അവന്റെ കാമുകിയെ വിളിച്ചിട്ടായിരുന്നു നമ്മൾ മേടിച്ചത്. അങ്ങനെ വല്ല സെറ്റ് ആക്കാം. അല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടിറക്കി അങ്ങനെ അത് താല്പര്യമില്ല. പിന്നെ ഈ റേഡിയോയിലൊക്കെ മെമ്പർ ആയതുകൊണ്ട് അവരിങ്ങനെ വിളിച്ച് പറയുന്നതല്ലേ, അപ്പൊ നമ്മളിങ്ങനെ റിയാക്ട്. ഇതിപ്പം ഡീലാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് പരസാറിനെ കാണുക, 5 കോടി കെട്ടിവെച്ചിട്ട് ഒരു ദിവസം എക്സ്റ്റൻഷൻ ചോദിച്ചാൽ നാളെ നമുക്ക് വക്കീലിനെയും കൊണ്ട് പോകും. നാളെ വക്കീലായിട്ട് വരും. ഇന്നാരും ഇല്ല. വക്കീലിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പം പഴയതുപോലെ അല്ലേ, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, പരീക്ഷയൊക്കെ പാസ്സായവരെ കയറ്റത്തുണ്ടോ? ജോക്കി പോയി വാദിക്കാൻ നോക്കിട്ട് അവിടെ പിന്നെ പ്രതിക്കൂട്ടി കയറിയതേ. ചിലപ്പോ ഈസി ആയിട്ട് ഊരി എടുക്കാം നമുക്ക് കേട്ടോ. നമ്മുടെ വക്കീൽ വിളിക്കുന്ന ആ വക്കീൽ മന്ദാരം. ഹലോ, എവിടോട്ട് വരണം? ഞാൻ പീഡിയിലോട്ട് വരണോ?
Okay, I am coming. I am coming in 2 minutes. 5 minutes I will be there. Please hold 10 minutes. ഔട്ട്ലെറ്റിനകത്തുണ്ടോ? ആ പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ജോക്കിയും കൂടെ ഒന്ന് ഇറക്കേണ്ടി വരും. ജോക്കി ഒരു കള്ളസാക്ഷി പറഞ്ഞായിരുന്നേ. ജോക്കി ഇവിടെ സിറ്റിയിലില്ല. മറ്റേ കണ്ണാപ്പിയെ പോലീസ് തല്ലുന്നത് ഞാൻ കണ്ടു എന്നെന്തോ ജോക്കി പറഞ്ഞിട്ടുണ്ട്. കണ്ണാപ്പി പോലീസ് അല്ലെന്നോ? ആ പോലീസ് വന്നു. ശരിക്കും പറഞ്ഞാൽ തല്ലിയിട്ടില്ല. ചെറുതായിട്ടൊരു സാക്ഷി പറഞ്ഞായിരുന്നേ. അത് ചിലപ്പോ ഒരു അതിനും ചിലപ്പോ ഒന്ന് പോകേണ്ടി വരും. എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ സംഭവിക്കുന്നേ. എന്നാ ഞങ്ങളൊന്ന് പീടി വരെ പോയിട്ട് വരാവേ. ഞാൻ വന്നിട്ട് വിളിക്കാവേ. ഓക്കെ ഓക്കെ. എടാ വാടാ വണ്ടി എടുത്തേടാ. എടാ ഏബലെ നീ ഉള്ളവന്മാരെ അകത്തിടാതെ ഉള്ള പോയവന്മാരെ തിരിച്ചുകൊണ്ടിരാൻ നോക്കണേ. ഇല്ല അണ്ണാ നീല പറയുന്നത് കോടതി എത്തിക്കാണ്. അത് നല്ലല്ലേ? ഡേയ് നീലേ, നമുക്കൊരു LLB ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് നിനക്ക് അറിയാവുന്ന സാധിച്ചാൽ മതി. അറിയാത്ത പോലെ വാദിച്ചാൽ മതി. നീല LLB റിയൽ ലൈഫില്. ആ LLB ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കേറ് തോളത്തൊക്കെ കേറ്. നിന്റെ തോളത്ത് ഞാൻ കേറാം. കേറിക്കോ. എടാ നീ LLB ഫസ്റ്റ് ഇയർ അല്ലേടാ? ഇത് എത്ര വർഷം? 4 5 ഡിഗ്രി എടുത്തവരൊക്കെ ആണെങ്കിൽ 3 വർഷം മതി. നീ ഡിഗ്രി ഇല്ലാതെ നേരിട്ട് ചെയ്തതാണോ? +2 അതിനോട് ഓസി സംസാരിക്കുന്നത് നിനക്കെതിരെ FRP വലിക്ക്. കണ്ണാപ്പി വരുന്നേ, കണ്ണാപ്പി വരുന്നേ, കണ്ണാപ്പി താ വരുന്നത്. എങ്ങോട്ട് വരണം? വീട്ടിലോട്ടാ? വീട്ടിലോട്ട് വേണ്ട. ആ അതാ വരുന്നത്.